പാർട്ട് 1 പ്രോബബിലിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിൽ പിന്നെ ഈ കണ്ടീഷണൽ പ്രോബബിലിറ്റിയും അതേപോലെ തന്നെ ഇൻഡിപെൻഡൻറ്റ് ഈവൻറ്റും. നമുക്ക് പാർട്ട് 2 ഡിസ്കസ് ചെയ്യാനുള്ളത് ബേസ് തിയറാണ്. ബേസ് തിയറത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് ബേസ് തിയറം വളരെ രസകരമായ ഒരു റിസൾട്ടാണ്. ആ റിസൾട്ടിലേക്ക് എത്താൻ ഇപ്പം ബേസ് തിയറത്തിൻ്റെ ഫോമുല മാത്രം പഠിക്കുന്ന കുട്ടിക്കൊന്നും ആലോചിക്കാനില്ല. ഫോമുല റെഡിമെയ്ഡായിട്ട് പഠിക്കുന്നു, റെഡിമെയ്ഡായിട്ട് പ്രോബ്ലം ചെയ്യുന്നു. അങ്ങനെ കാലാകാലം പഠിച്ചു വന്നതുകൊണ്ടാണ് ഇപ്പോൾ ഹയർ ലെവലിൽ നമ്മൾ മാത്സ് പഠിക്കുമ്പോൾ നമുക്ക് പലതും പ്രയാസമായിട്ട് വരുന്നത്. അപ്പോൾ ബേസ് തിയറത്തിൻ്റെ ഫോമുലയിലേക്ക് എത്തുന്നതിന് മുമ്പ് നമ്മൾ രണ്ട് കാര്യം പഠിക്കാനുണ്ട്. ഒന്ന് പാർട്ടീഷൻ ഓഫ് ഈവൻസും, രണ്ട് ടോട്ടൽ പ്രോബബിലിറ്റി തിയറം, തിയറം ഓഫ് ടോട്ടൽ പ്രോബബിലിറ്റി. പാർട്ടീഷൻ, ആ വേർഡ് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ പറയാറില്ല പാർട്ടീഷൻ ചെയ്തു എന്നൊക്കെ. അത് തന്നെയാണ് സംഭവം ശരിക്കും പറയുക വെച്ചാൽ. അതായത് ലെറ്റ് E1, E2, E3 etc. En are n events on a sample space S of a random experiment. Then these n events are called n partition if it is satisfying following three conditions. ഒന്നുകൂടി ഞാൻ പറയാം. അതായത് ഒരു സാമ്പിൾ സ്പേസ് എസ്, ഇത് സാമ്പിൾ സ്പേസ്, അതിൽ ഞാൻ കുറേ ഈവൻ്റ് എടുക്കില്ല. ഈ രീതിയിലാണ് എടുത്ത ഈവൻ്റ്. ഇങ്ങനെ ഈവൻ്റ് എടുക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. ഇത് E1, ഇത് E2, ഇത് E3, ഇത് E4 എക്സെട്ര അങ്ങനെ En വരെ. ഈ ഈവൻറ്റിനൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. എല്ലാം മ്യൂച്വലി എക്സ്ക്ലൂസീവാണ്. സെറ്റിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഡിസ്ജോയിൻ്റ് ആണ്. ഏത് രണ്ട് ഈവൻ്റ് എടുത്തിട്ട് ഇൻ്റർസെക്ഷൻ കണ്ടാലും ഫൈ ആയിരിക്കും. ദാറ്റ് ഈസ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഈവൻസ്. അപ്പോൾ E1, E2, E3 etc. En are n events on a sample space S. These n events are called n partition if it is satisfying following three conditions. Condition number 1, Ei intersection Ej equal to 5 എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് പെയർ ഈവൻ്റ് എടുത്തിട്ട് ഇൻ്റർസെക്ഷൻ കണ്ടാൽ 5 കിട്ടണം എന്ന് പറഞ്ഞാൽ മ്യൂച്വൽ എക്സ്ക്ലൂസീവ് ആയിരിക്കണം. ഇവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്, ഐയും ജെയും എന്താവരുത്, ഈക്വൽ ആവരുത്. E1 intersection E1 equal to 5 എന്ന് ഒരിക്കലും കിട്ടില്ല. കാരണം E1 intersection E1 equal to E1 തന്നെയാണ്. അതുകൊണ്ട് E1ൻ്റെ കൂടെ E1 അല്ലാത്ത വേറൊരു ഈവൻ്റ്, ദാറ്റ് ഈസ് I not equal to J. ഇനി ഐക്ക് നമുക്ക് വിലയെടുക്കാം. I, J equal to 1, 2, 3 etc. രണ്ടാമത്തെ കണ്ടീഷൻ പറയുന്നത് ഇങ്ങനെ എല്ലാ ഈവൻ്റും E1 യൂണിയൻ, E2 യൂണിയൻ, E3 യൂണിയൻ എക്സെട്ര യൂണിയൻ En കണ്ടാൽ എന്ത് കിട്ടണം? സാമ്പിൾ സ്പേസ് S കിട്ടണം. അപ്പോൾ ഒരു സാമ്പിൾ സ്പേസിനെ ബേസ് ചെയ്തിട്ട് എത്ര ഈവൻ്റ് ഉണ്ടോ ഈവൻറ്റിനൊക്കെ എല്ലാം കൂടി യൂണിയൻ കണ്ടാൽ എന്ത് കിട്ടണം? S കിട്ടണം. ഇനി മൂന്നാമത്തെ കണ്ടീഷൻ പറയുന്നത് P of Ei greater than 0, I equal to 1, 2, 3 etc. എന്ന് പറഞ്ഞാൽ എന്താണോ, ഒരു ഈവൻറ്റും ഇമ്പോസിബിൾ ഈവൻ്റ് ആവരുത്. ആ n പാർട്ടീഷനിൽ ഏതൊരു ഈവൻറ്റിൻ്റെയും പ്രോബബിലിറ്റി കണ്ടാൽ 0യിൽ കൂടുതലായിരിക്കണം. കാരണം ഇമ്പോസിബിൾ ഈവൻറ്റിൻ്റെ പ്രോബബിലിറ്റി 0 ആണ്. അപ്പോൾ എല്ലാ ഈവൻറ്റിലും ജസ്റ്റ് ഒരു സാമ്പിൾ പോയിന്റ് എങ്കിലും ഉണ്ടായിരിക്കണം, ഒരു എലമെൻ്റ് എങ്കിലും ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു കൂട്ടം അഥവാ n ഈവൻസുകളെ എന്ത് വിളിക്കും? പാർട്ടീഷൻ എന്ന് വിളിക്കും. Let E1, E2, E3 etc. En are n events on a sample space S of a random experiment and which are said to be n partition if it is satisfying following three conditions. Condition number 1, Ei intersection Ej equal to 5, I not equal to J, I, J equal to 1, 2, 3 etc. n. Condition number 2, E1 union, E2 union, E3 union etc. union En equal to S sample space. Condition number 3, P of Ei greater than 0,
for all I equal to 1, 2, 3, etc. n. Then next ബേസ് തിയറത്തിലേക്ക് വരുന്നതിന് മുമ്പ് പാർട്ടീഷൻ കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ളത് ടോട്ടൽ പ്രോബബിലിറ്റി തിയറം. ടോട്ടൽ പ്രോബബിലിറ്റി തിയറം പറയുന്നത് നിങ്ങൾക്ക് അങ്ങനെ ഒരു n പാർട്ടീഷൻ കിട്ടി ഒരു സാമ്പിൾ സ്പേസിൽ. ഇത് E1, E2, E3, E4, etc. En അങ്ങനെ n പാർട്ടീഷനുള്ള ഒരു സാമ്പിൾ സ്പേസിന്റെ n പാർട്ടീഷൻ കിട്ടി. E1, E2, E3, etc. En. ആ n പാർട്ടീഷനിൽ പെടാത്ത ഒരു ഈവന്റ് ആണ് എ. അത് ആ പാർട്ടീഷനിൽ പെട്ടതല്ല. കാരണം നിങ്ങൾക്കറിയാം ഇവിടെ എ വേറെ ഈവന്റ് ആയിട്ട് ഇന്റർസെക്ഷൻ ഒരിക്കലും പയ്യൊന്നും കിട്ടൂല. അങ്ങനെയുള്ള ഒരു ഈവന്റ്, ആ ഈവന്റിന്റെ പ്രോബബിലിറ്റി ദാറ്റ് ഈസ് പി ഓഫ് എ. പി ഓഫ് എ എപ്പോഴും എന്തിന് ഈക്വൽ ആണെന്ന് പറയുന്നത് സിഗ്മ ജെ ഈക്വൽ ടു 1 to n പി ഓഫ് ഇ ജെ ഇൻറ്റു പി ഓഫ് എ ഗിവൺ ഈച്ച്. ഇതാ ഫോർമുല. പി ഓഫ് എ ഈക്വൽ ടു സിഗ്മ ജെ ഈക്വൽ ടു 1 to n പി ഓഫ് ഇ ജെ ഇൻറ്റു പി ഓഫ് എ ഗിവൺ ഈച്ച്. പറയുന്നത് ഇതാണ് സ്റ്റേറ്റ് ടോട്ടൽ പ്രോബബിലിറ്റി തിയറം, സ്റ്റേറ്റ് ടോട്ടൽ പ്രോബബിലിറ്റി തിയറം ഓർ റൈറ്റ് ടോട്ടൽ പ്രോബബിലിറ്റി തിയറം. അങ്ങനെ ജസ്റ്റ് പ്രോബ്ലം ചോദിക്കുന്നതാണെങ്കിൽ ഇത്രയും നിങ്ങൾ അറിയുന്നുണ്ട്. E1, E2, E3, etc. En are n partition on a sample space S of a random experiment and A, capital A, is any event on it, then P of A equal to sigma j equal to 1 to n P of E j into P of A given each. ഇനി നമുക്ക് ഈ തിയറം പ്രൂവ് ചെയ്യണമെന്ന് തോന്നി. ഇതിന്റെ പ്രൂഫ് P of A equal to sigma j equal to 1 to n P of E j into P of A given each. അതിന് നോക്കൂ, നമ്മൾ ഇവിടെ ഈ സാമ്പിൾ സ്പേസ് എസ് ഉണ്ടല്ലോ. നേരത്തെ ഇതൊക്കെ പിന്നെ n പാർട്ടീഷൻ ആണെങ്കിൽ E1 യൂണിയൻ E2 യൂണിയൻ E3 യൂണിയൻ എക്സെട്ര യൂണിയൻ En ഈക്വൽ ടു എസ് നിൽക്കണ്ടേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തായാലും A ഈക്വൽ ടു എന്ത് എഴുതാം? A intersection S എഴുതാം. A equal to A intersection S, which is equal to A intersection S means E1 union E2 union E3 union etc. union En. കാരണം ഇവിടെ പിന്നെ E1 E2 E3 etc. En are n പാർട്ടീഷൻ. അതുകൊണ്ട് E1 യൂണിയൻ E2 യൂണിയൻ E3 യൂണിയൻ etc. യൂണിയൻ En കണ്ടാൽ എന്ത് കിട്ടണം? S കിട്ടണം. Equal to A intersection E1 union A intersection E2 union A intersection E3 union etc. union A intersection En. A equal to വരെ ഇവിടെ ഇത്ര വരെ എഴുതാം. ഇനി നമ്മൾ ഇതിൽ കുറച്ച് കാര്യങ്ങൾ ആലോചിക്കണം. ഇവിടെ E1 E2 E3 En ഒക്കെ മ്യൂച്വലി എക്സ്ക്ലൂസീവാണ്. E1 E2 E3 En ഒക്കെ മ്യൂച്വലി എക്സ്ക്ലൂസീവാണ്. അങ്ങനെയാണെങ്കിൽ A ഇന്റർസെക്ഷൻ E1 മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിരിക്കും, A ഇന്റർസെക്ഷൻ E2 മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിരിക്കും, A ഇന്റർസെക്ഷൻ E3 മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിരിക്കും. അഥവാ ഓരോന്നും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിരിക്കും. നിങ്ങൾ തിയറം പഠിച്ചിട്ടുണ്ട്. P of A union B equal to P of A plus P of B minus P of A intersection B. If A and B are mutually exclusive, then P of A union B equal to P of A plus P of B എന്ന് മതി. P of A intersection B വേണ്ട. If A and B are mutually exclusive, then P of A union B equal to P of A plus P of B എന്ന് മതി. ഇതൊക്കെ mutually exclusive ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതാം. P of A equal to P of A equal to P of A intersection E1 union A intersection E2 union A intersection E3 union etc. union A intersection En. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓരോന്നും മ്യൂച്വലി എക്സ്ക്ലൂസീവാ. അതുകൊണ്ട് എങ്ങനെ എഴുതാം? P of A intersection E1 plus P
P of A intersection E2 plus P of A intersection E3 plus etc. plus P of A intersection En. നിങ്ങൾ നേരത്തെ ആ പാർട്ട് 1 ഒരു കാര്യം പഠിച്ചിട്ടുണ്ട്, അതായത് മൾട്ടിപ്ലിക്കേഷൻ തിയറം. P of A intersection E1 ഇങ്ങനെ എഴുതാം, P of E1 into P of A given E1. P of A given B equal to P of A intersection B divided by P of B. Then P of A intersection B equal to P of B into P of A given B. P of A intersection E1 equal to P of E1 into P of A given E1. P of A intersection B equal to P of B into P of A given B. B ന്റെ സ്ഥാനത്ത് E1 വന്നതേ ഉള്ളൂ. അതേപോലെ ഇത് എഴുതിയാൽ P of E2 into P of A given E2 plus P of E3 into P of A given E3 plus etc. plus P of En into P of A given En. നോക്ക്, ഇത് കുറേ സമ്മാണ്. എന്താ സമ്മിൻ്റെ ആ പ്രത്യേകത? P of E1 into P of A given E1 plus P of E2 into P of A given E2. ഇങ്ങനെ നോക്കിയാൽ നമുക്കിതിനെ ചുരുക്കിയിട്ട് ഇങ്ങനെ എഴുതാം, which is equal to sigma P of Ej into P of A given Ej. P of Ej into P of A given Ej. ഇനി നമുക്ക് ജെയ്ക്ക് വില കൊടുക്കാം. J equal to 1 to n. നിങ്ങൾ ജെയ്ക്ക് 1 മുതൽ n വരെ കൊടുത്തിട്ട് സിഗ്മ മീൻസ് സം എടുക്കുക. ഈ തിയറത്തിന്, ഈ റിസൾട്ടിനാണ് പറയുന്നത് ടോട്ടൽ പ്രോബബിലിറ്റി തിയറം. Let E1, E2, E3, etc. En are in partition on a sample space S of a random experiment and A is any event on it. Then P of A equal to sigma J equal to 1 to n P of Ej into P of A given Ej. ഈ രണ്ട് സംഗതിയും, അതായത് ആദ്യം പാർട്ടീഷൻ പിന്നെ ടോട്ടൽ പ്രോബബിലിറ്റി തിയറം, ഈ രണ്ട് സംഗതി ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ബേസ് തിയറത്തിലേക്ക് കടക്കുന്നത്. ബേസ് തിയറം ഇത് തന്നെ കേട്ടോ. നമ്മൾ പിന്നെ പാർട്ടീഷൻ പറയുമ്പോഴും ടോട്ടൽ പ്രോബബിലിറ്റി തിയറം പറയുമ്പോഴും ബേസ് തിയറം പറയുമ്പോഴും ഒക്കെ സ്റ്റാർട്ട് ചെയ്യണമെന്നോ. Let E1, E2, E3, etc. En are n partition on a sample space of a random experiment and A is any event on it. A is any event on it. Then base theorem state that P of Ei given A equal to P of Ei into P of A given Ei divided by sigma J equal to 1 to n P of Ej into P of A given Ej. ഇതാണ് ബേസ് തിയറം. ഈ ഫോർമുല എല്ലാവരും ബൈഹാർട്ട് പഠിച്ചു വെച്ചിട്ടുണ്ടാവും. ഈ ഫോർമുലയിലേക്ക് എങ്ങനെ വരുന്നു എന്നാണ് ഞാൻ ഇത്രയും നേരം സംസാരിച്ചത്. ആദ്യം ഞാൻ പിന്നെ പാർട്ടീഷൻ പറഞ്ഞു, പിന്നെ ടോട്ടൽ പ്രോബബിലിറ്റി തിയറം പറഞ്ഞു. ആ രണ്ട് തിയറവും ആ രണ്ട് സംഗതിയും പഠിച്ച കുട്ടികൾക്ക് ഇനി ഈ ബേസ് തിയറത്തിൽ ഈ ഫോർമുല എങ്ങനെ വന്ന്, ഈ ഫോർമുല എങ്ങനെയെന്ന് ബൈഹാർട്ട് ആക്കുന്നതിന് പകരം ഈ ഫോർമുല എങ്ങനെ വന്നു എന്ന് കൂടി മനസ്സിലാക്കിയാൽ വിച്ച് ഇസ് വെരി സിമ്പിൾ. എന്തായാലും ഇതാണ് ബേസ് തിയറം. നമുക്കിതിൻ്റെ LHS, ദാറ്റ് ഇസ് P of Ei given A. P of A given B equal to P of A intersection B divided by P of B. P of B given A equal to P of A intersection B divided by P of A. P of Ei given A equal to P of Ei intersection A divided by P of A. ഇതെങ്ങനെ എഴുതിയേ? By conditional probability. By conditional probability. അത്രയേ വേണ്ട. ഇത് ബൈ കണ്ടീഷണൽ പ്രോബബിലിറ്റിന്റെ ആ റിസൾട്ട് ഉപയോഗിച്ചിട്ടാണ് എഴുതിയത്. വിച്ച് ഇസ് ഈക്വൽ ടു ഈ P of Ei ഇന്റർസെക്ഷൻ എന്ന് നമുക്ക് ഇങ്ങനെ എഴുതാം. P of Ei into P of A given Ei divided by P of A. ഞാനിവിടെ ന്യൂമറേറ്റർ മാറ്റിയ P of Ei ഇന്റർസെക്ഷനെ അതിനെ മാറ്റിയിട്ട് എന്ത് എഴുതി? P of Ei into P of A given Ei. അതെങ്ങനെ എഴുതിയത്? ബൈ മൾട്ടിപ്ലിക്കേഷൻ തിയറം. By multiplication theorem. Multiplication theorem. എന്താ മൾട്ടിപ്ലിക്കേഷൻ തിയറം? P of A intersection B equal to P of
A into P of B given A or P of B into P of A given B. അതാണ് ഞാൻ ഇവിടെ എഴുതിയത്. P of EA intersection A equal to P of EA into P of A given EI divided by P of A. Same. ഇനി P of A യിലാണ് മാറ്റം വരുത്തുന്നത്. P of EI. അപ്പം P equal to P of EI into P of A given EI divided by ഈ P of A sigma j equal to 1 to n P of EJ into P of A given EJ. ഇത് നമ്മൾ എഴുതിയത് എങ്ങനെയാ? ബൈ ടോട്ടൽ പ്രോബബിലിറ്റി തിയറം. ബൈ ടോട്ടൽ പ്രോബബിലിറ്റി തിയറം. ഇതാണ് ബേസ് തിയറം. ഈ ബേസ് തിയറം ഫോർമുല ഇതാണ്. P of EI given A equal to P of EI into P of A given EI divided by sigma j equal to 1 to n P of EJ into P of A given EJ. ഈ തിയറി ഉപയോഗിച്ചിട്ട് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പ്രോബ്ലം ഒരു കാര്യം, ഇത് കേൾക്കുന്ന കുട്ടികൾ മനസ്സിലാക്കുക. പ്രീവിയസ് ഇയേഴ്സിൻ്റെ ക്വസ്റ്റ്യൻസ് പരിശോധിച്ചാൽ മിക്കവാറും സമയം ബേസ് തിയറത്തിലൊരു പ്രോബ്ലം ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ ബേസ് തിയറത്തിലെ പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മുടെ ഈ പാർട്ടീഷൻ ഉണ്ടല്ലോ, എൻ പാർട്ടീഷൻ. അങ്ങനെ എൻ പാർട്ടീഷൻ ആയിട്ടുള്ള പ്രോബ്ലം ഒന്നും ചോദിക്കില്ല. രണ്ട് E1 E2 അങ്ങനത്തെ രണ്ട് ഈവൻറ്റ്, അല്ല E1 E2 E3 അങ്ങനെ 3 ഈവൻറ്റ്, 2 or 3 ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. അത് ഒരു ടൈപ്പ് പ്രോബ്ലം എന്ന് പറയുന്നത് മിക്കവാറും അധികം പബ്ലിക് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ ബോക്സ് എ അല്ലെ ബോക്സ് 1 കണ്ടെയ്ൻ, ബോക്സ് 2 ഓർ ബോക്സ് ബി കണ്ടെയ്ൻസ്. രണ്ട് ബോക്സിനെ പരിചയപ്പെടുത്തും. അതിപ്പോൾ നാളെ ബോക്സ് ആയാലും ബാഗായാലും ഏണായാലും ഒന്നും കുഴപ്പമില്ല, എന്തോ ആയിക്കോട്ടെ. അത് ആ ബോക്സിൽ എന്താ ഉള്ളത്, എന്തെങ്കിലും ഉണ്ടായിക്കോട്ടെ. അധിക ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ടാവുക ബോളാണ്. ബോളാണ് ബോൾ, വേറെ എന്താണ് വേറെ എന്ത് കളറുണ്ടാവും ഈ ബോക്സിലെ ബോളിന്. ബ്ലാക്ക് ഓർ യെല്ലോ, ബ്ലാക്ക് ഓർ റെഡ്, ഗ്രീൻ ഓർ വൈറ്റ്. കളറ് മാറിപ്പോയിട്ട് പ്രതിഷേധിക്കും വേണ്ട കേട്ടോ, കളർ എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ എങ്ങനെയാണ് നമ്മളെ ക്വസ്റ്റ്യൻ ഉണ്ടാവുക? എ ബാഗ് 1 കണ്ടെയ്ൻസ്, നമുക്ക് ഇങ്ങനെ പറയാം, എ ബാഗ് കണ്ടെയ്ൻസ്, എ ബാഗ് 1 അല്ലെങ്കിൽ എ ബാഗ് എ കണ്ടെയ്ൻസ്, എ ബാഗ് 1 കണ്ടെയ്ൻസ്. തൽക്കാലം ഞാൻ ഇങ്ങനെ വരയ്ക്കുന്നു. എന്ത് ഇത് 1, ബാഗ് 1 കണ്ടെയ്ൻസ് 6 റെഡ് ബോൾ ആൻഡ് 5 ബ്ലാക്ക് ബോൾ. And the bag second contains, that is another bag contains 5 red ball and 8 black ball. The bag second. അത് ഞാൻ നേരത്തെ പറഞ്ഞേ, നാളെ ബാഗോ ബോക്സോ എന്തോ ആയിക്കോട്ടെ, ബോളിൻ്റെ എണ്ണ എത്രങ്ങളായിക്കോട്ടെ, കളർ എന്തോ ആയിക്കോട്ടെ, ഞാനിപ്പോൾ എടുത്ത കളർ റെഡും ബ്ലാക്കുമാണ്. നിങ്ങളുടെ ക്ലാസ് റൂമിൽ ഇങ്ങനെ 2 ബോക്സുമായിട്ടാണ് നിങ്ങളുടെ ക്ലാസ് പ്രോബിലിറ്റി എടുക്കുന്ന അധ്യാപകൻ വന്നത്. ആ ബാഗ് 2 കൊണ്ടുപോയിട്ട് പുറത്ത് വെച്ചു. എന്നിട്ട് നിങ്ങളോട് പറഞ്ഞു, അധ്യാപകൻ ഞാനൊരു ബാഗ് ടച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്ലാസ്സിലുള്ള മുഴുവൻ കുട്ടികൾ 65 കുട്ടികളുടെ 65 കുട്ടികളുടെ മനസ്സിലുണ്ടാവുക, കുറേ കുട്ടികളുടെ മനസ്സിലുണ്ടാവും ഒന്നാമത്തെ ബാഗാ തൊട്ടെന്ന്, കുറേ കുട്ടികളുടെ മനസ്സിലുണ്ടാവും രണ്ടാമത്തെ ബാഗാ തൊട്ട്. എന്തായാലും ഒരു ബാഗ് തൊട്ടല്ലോ. എന്നിട്ട് അധ്യാപകൻ പറയുന്നു, ആ തൊട്ട ബാഗിൽ നിന്ന് ഞാനൊരു ബോൾ എടുത്തു. അപ്പോൾ കുറേ കുട്ടികളെ മനസ്സിലുണ്ടാവും ബ്ലാക്കാണ് കിട്ടിയത് അല്ല റെഡാണ് കിട്ടിയത്. എന്തായാലും അധ്യാപകൻ വിളിച്ചു പറഞ്ഞു, എനിക്ക് കിട്ടിയ ബോൾ റെഡാണ്. എങ്കിൽ ഇതാണ് ക്വസ്റ്റ്യൻ, എങ്കിൽ എനിക്ക് കിട്ടിയ റെഡ് ബോൾ ഒന്നാമത്തെ ബാഗിൽ നിന്നാവാനുള്ള പ്രോബബിലിറ്റി എന്താണ്? നമ്മൾ ഈ പ്രോബബിലിറ്റീൻ്റെ തുടക്കത്തിലൊക്കെ പഠിച്ചത് ഒരു ബാഗിൽ നിന്ന് ഒരു ബോൾ എടുത്താൽ അത് റെഡ് ബോൾ ആകാനുള്ള പ്രോബബിലിറ്റി എന്താ, ബ്ലാക്ക് ബോൾ ആകാനുള്ള പ്രോബബിലിറ്റി എന്താണ്? നമ്മൾ ക്വസ്റ്റ്യൻ്റെ ടൈപ്പ് അങ്ങ് മാറി. ഇനി എന്താ വരാൻ പോകുന്നതോ, കിട്ടിയത് റെഡാണ് എങ്കിൽ അത് ഒന്നാമത്തെ ബാഗിൽ നിന്നാവാനുള്ള പ്രോബബിലിറ്റി എന്താണ്? എന്തൊക്കെ ചോദിക്കാം. കിട്ടിയത് റെഡാണ്, അത് രണ്ടാമത്തെ ബാഗിൽ നിന്നാവാനുള്ള പ്രോബബിലിറ്റി എന്താണ്? കിട്ടിയത് ബ്ലാക്ക് ആണ്, അത് ഒന്നാമത്തെ ബാഗിൽ നിന്നാവാനുള്ള പ്രോബബിലിറ്റി എന്താണ്? കിട്ടിയത് ബ്ലാക്ക് ആണ്, അത് രണ്ടാമത്തെ ബാഗിൽ നിന്നാവാനുള്ള പ്രോബബിലിറ്റി എന്താണ്? നമുക്ക് തൽക്കാലം ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ആക്കി മാറ്റണം. എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്, ബാഗ് 1 contains 6 red ball and 5 black ball and the bag 2 contains 5 red ball and 8 black ball. A bag is selected at random and a ball is drawn from it.
it was found that the drawing ball is red. Find the probability that it was from bag 1 or box 1. രണ്ട് ബോക്സ് ഉണ്ട്, രണ്ട് ബോക്സിൽ ടൈപ്പ് ബോൾ ഉണ്ട്. ഒരു ബാഗാണ് സെലക്ട് ചെയ്യുന്നത്. ഒരു ബാഗ് സെലക്ട് ചെയ്തിട്ട് ഒരു ബോൾ എടുക്കുന്നു. ആ എടുത്ത ബോൾ റെഡ് ആണെങ്കിൽ ആ റെഡ് ബോൾ ഒന്നാമത്തെ ബാഗിൽ നിന്ന് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താണ്? ഇത്തരം ടൈപ്പ് പ്രോബ്ലത്തിൽ രണ്ട് ബാഗിൻ്റെ കാര്യം പറയുമ്പോൾ ആ രണ്ട് ബാഗിൻ്റെ കാര്യം E1 E2 എടുക്കുക, ബോൾ എടുക്കുന്ന കാര്യം എയും എടുക്കുക. ഇതൊക്കെയാണ് നമ്മുടെ ബേസ് തിയറത്തിലുള്ള അത്രയും ഓർമ്മിക്കാനുള്ളത്. ഇറ്റ്സ് വെരി സിമ്പിൾ. അതുകൊണ്ട് നമുക്ക് ലെറ്റ് E1 ആൻഡ് E2 are the events of selection of a bag. Selection of first bag and second bag. Selection of a bag. That is P of E1 equal to 1/2. P of E2 equal to 1/2. എന്തുകൊണ്ടാണ് ശ്രദ്ധിക്കോട്ടോ? രണ്ട് ബാഗ്, ഒരു കോയിൻ ടോസ് ചെയ്താൽ ഹെഡ് ഓർ ടൈൽ 50-50 ചാൻസാണ്. രണ്ട് ബാഗ് നമ്മളെ മുന്നിൽ വെച്ചിട്ട് ഒരു ബാഗ് ടച്ച് ചെയ്യുക എന്ന് പറയുന്നത് അത് 50-50 ചാൻസാണ്. മൂന്ന് ബാഗ് വെച്ചിട്ട് അതിലൊരു ബാഗ് സെലക്ട് ചെയ്യുക എന്ന് പറയുന്നത് ഓരോ ബാഗ് സെലക്ട് ചെയ്യാനുള്ള പ്രോബിലിറ്റി 1/3 ആയിരിക്കും. അത് മിക്കവാറും അങ്ങനെയാണ് വരിക. പിന്നെ ചില കേസ് പ്രോബ്ലമൊക്കെ ഉണ്ട്, പിന്നെ അങ്ങനെ സ്പെഷ്യലായിട്ട് പറയുന്നു. അവിടെ P of E1 P of E2 P of E3 ഒക്കെ വ്യത്യാസം ഉണ്ടാവും. ഇത്തരം പ്രോബ്ലങ്ങൾ നോക്കുമ്പോൾ നമുക്കത് പരിശോധിക്കാം. ഇവിടെ രണ്ട് ബാഗിൽ ഒരു ബാഗ് ടച്ച് ചെയ്യുക എന്ന് പറയുന്നത് P of E1 equal to 1/2, P of E2 equal to 1/2. പിന്നെ നമുക്കത് എയാണ് പരിചയപ്പെടേണ്ടത്. ലെറ്റ് A be the event. Let A be the event drawing ball is red. ഏത് ഇവന്റ് ആണ് എന്ത് ആ ഡ്രോ ചെയ്യുന്ന ബോൾ റെഡ് ആണ് എന്നതിനെ സൂചിപ്പിക്കുന്നത്. അത് ഒന്നാമത്തെ ബാഗിൽ നിന്നാവാം, രണ്ടാമത്തെ ബാഗിൽ നിന്നാവാം. അതുകൊണ്ടാണ് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് റെഡ് ബോൾ എ ഗിവൺ ഈവൻ ഒന്നാമത്തെ ബാഗിൽ നിന്നാണെങ്കിൽ, ഒന്നാമത്തെ ബാഗിലാണ് ടോട്ടൽ ബോൾ 11, അതിൽ റെഡ് ബോൾ 6 അപ്പൊ 6/11. ഇതേ എയുടെ പ്രോബബിലിറ്റി, റെഡ് ബോളിന്റെ പ്രോബബിലിറ്റി ഗിവൺ E2 രണ്ടാമത്തെ ബാഗിൽ നിന്നാണെങ്കിൽ ടോട്ടൽ 13, റെഡ് ബോൾ 5/13. നമ്മുടെ ചോദ്യം എന്താ? നമ്മുടെ ചോദ്യം ഒന്നാമത്തെ ബാഗ് ആവാനുള്ള പ്രോബബിലിറ്റി എന്താണ്? P of E1 എപ്പോൾ ഗിവൺ എ അത് റെഡ് ബോൾ ആണെങ്കിൽ, ഇവിടെ നമ്മൾ കണ്ട് P of A റെഡ് ബോളിന്റെ പ്രോബബിലിറ്റി ഗിവൺ E1 ഒന്നാമത്തെ ബാഗ് എന്നാണെങ്കിൽ, P of A റെഡ് ബോളിന്റെ പ്രോബബിലിറ്റി ഗിവൺ E2 രണ്ടാമത്തെ ബാഗ് എന്നാണെങ്കിൽ, ഇനി എന്താ കാണാൻ പോകുന്നത്? P of E1 ഒന്നാമത്തെ ബാഗിന്റെ പ്രോബബിലിറ്റി എന്താണ്? ഗിവൺ എ ആ ബോള് റെഡ് ബോൾ ആണെങ്കിൽ P of EI given A base theorem P of EI given A equal to P of EI into P of A given A divided by sigma j equal to 1 to n P of EJ into P of A given EJ. P of E1 given A equal to അതിന്റെ സ്ഥാനത്ത് 1 ആവുള്ളൂ. അപ്പോൾ P of E1 into P of A given E1 divided by സിഗ്മ ഒന്നും വേണ്ട, രണ്ടെണ്ണത്തിന്റെ കഥയേ ഉള്ളൂ. അതുകൊണ്ട് നമുക്കത് ഇങ്ങനെ എഴുതാം. P of E1 into P of A given E1 plus P of E2 into P of A given E2 എന്ന് എഴുതിയാൽ മതി. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ടിന്റെ കാര്യമൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. P of E1 1/2, P of A given E1 6/11 plus P of E2 not a plus divided by നമ്മളെ അത്രയേ ഉള്ളൂ 1/2 into 6/11 plus here P of E2 again 1/2 into P of A given E2 5/13 which is equal to ഇവിടെ 2 6 cancel ആയ 6/2 3/11 divided by ഇവിടെ 3/11 plus 5/26. ഇത് സിംപ്ലിഫൈ ചെയ്താൽ മതി. ഇത് സിംപ്ലിഫൈ ചെയ്താൽ എന്താണ്? ഇതിപ്പോൾ സിംപ്ലിഫൈ എന്ന് പറയുന്നത് ഇതിങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ, ഇതിങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് ഇതിങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, 11 കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടി വരും, അങ്ങനെ സിംപ്ലിഫൈ ചെയ്യുക. ഇതാണ് പ്രോബ്ലം ചെയ്യുന്ന സ്റ്റെപ്പ്. ഇതേ ടൈപ്പിൽ ബേസ് തിയറത്തിൻ്റെ
ഏത് പ്രോബ്ലം ചോദിച്ചാലും ഒന്ന് ക്വസ്റ്റ്യനുണ്ട് വെയിറ്റ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യേണ്ടതെന്നുള്ളൊരു ബോധം വേണം. ഈ നമ്മളെ ടെക്സ്റ്റിലുള്ള ഒരു ക്വസ്റ്റ്യൻ, അതായത് പിന്നെ ഇൻ ആൻസറിങ് എ ക്വസ്റ്റ്യൻ ഓൺ എ മൾട്ടിപ്പിൾ ചോയ്സ് ടെസ്റ്റ്. സാധാരണ മൾട്ടിപ്പിൾ ചോയ്സ് ടെസ്റ്റ് നമ്മളിപ്പോൾ ഈ പബ്ലിക് എക്സാമൊക്കെ കഴിഞ്ഞിട്ട് എൻട്രൻസ് പരീക്ഷ ചെയ്ത് നമ്മൾ നോക്കുകയാണ്, അവിടെ മൾട്ടിപ്പിൾ ചോയ്സ് ആണ്. മൾട്ടിപ്പിൾ ചോയ്സ് എന്ന് പറയുന്നത് നമ്മൾ രണ്ട് രീതിയിൽ ഉത്തരം എഴുതും. ഒന്ന് അറിഞ്ഞിട്ട് എഴുതും, ഒന്ന് അറിയാതെ എഴുതും. മഹാഭൂരിപക്ഷം കുട്ടികൾ അറിയാതെ എഴുതുന്ന കുട്ടികളെ ഗസ് ചെയ്തിട്ട് എഴുതുന്ന കുട്ടികളെയാണ് അറിഞ്ഞിട്ട് എഴുതുന്ന കുട്ടികളെ കടപ്പോയിട്ടുണ്ട്. കാരണം അറിഞ്ഞിട്ട് എഴുതുന്ന കുട്ടികൾക്ക് ടെൻഷനാണ് ഗസ് ചെയ്തിട്ട് എഴുതുന്ന കുട്ടികളെ കണ്ടാൽ. ഗസ് ചെയ്ത് എഴുതുന്ന കുട്ടികൾക്ക് ഒന്നും നഷ്ടമില്ല. 100 ക്വസ്റ്റ്യനും ഗസ് ചെയ്ത് എഴുതുന്ന കുട്ടികൾക്ക് അതേ വിചാരിച്ചു ക്വസ്റ്റ്യൻ പേപ്പർ കൈ കിട്ടുന്നു, നമ്മളെ OMR ഷീറ്റ് കിട്ടുന്നു, 120 കാർപ്പിക്കുന്നു 10 മിനിറ്റ് കൊണ്ട് 1 A 2 B 3 C 4 D. അവർക്കൊരു ടെൻഷനില്ല, അവർ ഗസ് ചെയ്യലാണ്. അങ്ങനെ ഗസ് ചെയ്ത് അത് ഗസ് ചെയ്യലല്ല, അതൊരു തരം തറപ്പരിപാടിയാണ്. എന്നാൽ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നമ്മൾ ഏകദേശം ഉത്തരം തോന്നുന്ന രീതിയിലൊക്കെ ഇങ്ങനെ കർപ്പിച്ച് വരുന്നതാണെങ്കിൽ കുറച്ചൊക്കെ ശരിയാവും, മഹാഭൂരിപക്ഷം തെറ്റും. പ്രോബിലിറ്റി എങ്ങനെയാണ് പറയുന്നത്, അതാ പ്രോബിലിറ്റിൻ്റെ തിയറം. നിങ്ങൾ കീമിൻ്റെ എക്സാമാണ് ചെയ്യുന്നെങ്കിൽ കീമിൻ്റെ എക്സാമിൽ ABCD ഒന്നേ ശരിയുള്ളൂ 1/4, 3 തെറ്റാ 3/4. അപ്പോൾ ഒന്ന് ഗസ് ചെയ്താൽ ശരിയാവുന്ന പ്രോബിലിറ്റി 1/4 ആണ്, തെറ്റാവുന്ന പ്രോബിലിറ്റി 3/4 ആണ്. അത് നീറ്റിൻ്റെ പരീക്ഷ. ഇനി കീമിൻ്റെ പരീക്ഷയാണെങ്കിൽ കീമിൻ്റെ പരീക്ഷയിലൊക്കെ 5 ഓപ്ഷൻ ഉണ്ടാവും, ABCDE. അപ്പം പ്രോബിലിറ്റി ഓഫ് സക്സസ് 1/5 ആണ്, പ്രോബിലിറ്റി ഓഫ് ഫെയിൽ 4/5 ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കൈ കിട്ടിയിട്ട് കീമിൽ എഞ്ചിനീയറിംഗ് പരീക്ഷ എഴുതുന്ന കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ കൈ കിട്ടിയിട്ട് മൊത്തം കർപ്പിച്ചിട്ട് ജയിച്ചില്ലെന്ന് വിചാരിക്കേണ്ട ആരും കേട്ടോ. കാരണം പ്രോബബിലിറ്റി പറയുന്നത് ദ പ്രോബബിലിറ്റി ഓഫ് ഫെയിൽ ഓഫ് എ ക്വസ്റ്റ്യൻ 4/5. 5-ൽ 4 ചാൻസ് തോക്കാനാണ്, 5-ൽ 1 ചാൻസ് ജയിക്കാനുണ്ട്. അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് തുടർന്നാൽ എന്താ സംഭവിക്കുക എന്നുള്ളത് സ്വല്പം ആലോചിച്ച് നോക്കിയാൽ മതി. അപ്പം ഞാൻ ഇപ്പോൾ പറയുന്ന ക്വസ്റ്റ്യൻ ഇൻ ആൻസറിങ് എ ക്വസ്റ്റ്യൻ ഓൺ എ മൾട്ടിപ്പിൾ ചോയ്സ് ടെസ്റ്റ്, എ സ്റ്റുഡൻറ് either knows the answer or guesses. Let 3/4 be the probability that he knows the answer and 1/4 be the probability that he guesses. ഇതാണ് ക്വസ്റ്റ്യൻ. ഒരു സ്റ്റുഡൻറ്റ് ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ടെസ്റ്റിൽ ഉത്തരം എഴുതുന്നു, അറിഞ്ഞിട്ട് എഴുതുന്നു, ഗസ് ചെയ്തിട്ട് എഴുതുന്നു. അറിഞ്ഞിട്ട് എഴുതാനുള്ള പ്രോബബിലിറ്റി 3/4, ഗസ് ചെയ്തിട്ട് എഴുതാനുള്ള പ്രോബബിലിറ്റി 1/4. കുഴപ്പമില്ലാത്ത കുട്ടിയാണ്. കാരണം 4-ൽ 3 അറിഞ്ഞിട്ടാണ് എഴുതുന്നത്, 4-ൽ 1 എന്ത് എഴുതുന്നു, ഗസ് ചെയ്തിട്ട് എഴുതുന്നുള്ളൂ. എന്നിട്ട് പിന്നെ ക്വസ്റ്റ്യൻ പറയുന്നത് ഇപ്പോൾ ഇവിടെ അസ്യൂമിങ് ദാറ്റ് എ സ്റ്റുഡൻറ്റ് വിത്ത് ഗസസ് ദി ആൻസർ വിൽ ബി കറക്റ്റ് വിത്ത് പ്രോബബിലിറ്റി 1/4. ഇപ്പോൾ ക്വസ്റ്റ്യൻ പറയുന്നത് ഇതാണ്, മൾട്ടിപ്പിൾ ചോയ്സ് ടെസ്റ്റിൽ ആൻസർ നോ, പ്രോബബിലിറ്റി ഓഫ് നോ 3/4, പ്രോബബിലിറ്റി ഓഫ് ഗസ്സസ് 1/4. ഇനി ആൻസർ ശരിയാവാനുള്ള പ്രോബബിലിറ്റി എപ്പോഴും ഗസ് ചെയ്താൽ ശരിയാനുള്ള പ്രോബബിലിറ്റി 1/4. അസ്യൂമിങ് ദാറ്റ് ദി result is correct with the probability 1/4 when he guesses the answer. Then what is the probability that the student knows the answer give that the answer it is correctly? Question എന്താ പറഞ്ഞത്, what is the probability that the student knows the answer given that he answered it correctly? ഇവിടെ നേരത്തെ പോലെ ബോക്സിൻ്റെ കഥ പോലെ തന്നെ 2 കേസാണ് ഉള്ളത്. ആ കേസാണ് മനസ്സിലാക്കേണ്ടത്. ഒന്ന്, സ്റ്റുഡൻറ്റ് നോസ് ദി ആൻസർ. 2, സ്റ്റുഡൻറ്റ് ഗസ് ദി ആൻസർ. നമ്മുടെ ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പം നമുക്ക് ഇങ്ങനെ എഴുതാം, അതായത് E1 ആൻഡ് E2 ആർ ദി ഈവൻസ്. സ്റ്റുഡൻറ്റ് knows the answer or guesses. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ പറഞ്ഞ പ്രകാരം P of E1 equal to 3/4
and P of E2 equal to 1 by 4. Probability of know the answer 3 by 4. Probability of guess the answer 1 by 4. Then a question answer correct out. Answer correct ആയാൽ ആ correct ആയ ആൻസർ ഗസ് ചെയ്തിട്ടാവാനുള്ള പ്രോബബിലിറ്റി എന്താ, അല്ലെ അറിഞ്ഞിട്ടാവാനുള്ള പ്രോബബിലിറ്റി എന്താ? ക്വസ്റ്റ്യൻ പറഞ്ഞ് അറിഞ്ഞിട്ടാവാനുള്ള പ്രോബബിലിറ്റി എന്താണെന്ന് ആലോചിച്ചത്. അപ്പൊ ഉത്തരം അറിയുക എന്നിട്ട് കറക്റ്റ് ആക്കുക. അറിഞ്ഞാൽ പോരാ, അറിഞ്ഞിട്ട് കറക്റ്റ് ആക്കണം. അപ്പൊ ലെറ്റ് എ ബി ദ ഇവന്റ്, give the answer correctly. Let A be the event, give the answer correctly. Appo P of A given E1 undu, P of A given E2 undu. Question കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. E2 എന്ന് പറഞ്ഞാൽ ഗസ് ചെയ്യലാണ്. ഗസ് ചെയ്തിട്ട് ശരിയാവാനുള്ള പ്രോബബിലിറ്റി, കറക്റ്റ് ആവാനുള്ള പ്രോബബിലിറ്റി 1/4 ആണ്. അപ്പൊ ചില കുട്ടികളിൽ നിന്ന് ധരിക്കുക എന്നാൽ ഇതിന്റെ ബാക്കി 3/4 ആയിരുന്നു. അങ്ങനെയല്ല. P of A even എന്ന് പറഞ്ഞതിന്റെ അർത്ഥം even എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റുഡൻസ് നോസ് ദി ആൻസർ, A give the correct answer. ഒരു കുട്ടി ഉത്തരം അറിഞ്ഞാൽ ഉത്തരം ശരിയാവാനുള്ള പ്രോബബിലിറ്റി എന്താ? ഫുൾ പ്രോബബിലിറ്റി. അറിഞ്ഞിട്ട് തെറ്റിക്കുന്നത് ലോജിക്കല്ലല്ലോ. ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആൻസർ അറിയെങ്കിൽ ശരിയാണോ പ്രോബബിലിറ്റി 1 ആയിരിക്കും. അതുകൊണ്ട് അത് ക്വസ്റ്റ്യൻ തരാത്തത്. അങ്ങനെ ശരിയായാൽ നമ്മുടെ ചോദ്യം എന്താ? അത് അറിഞ്ഞിട്ടാവാനുള്ള പ്രോബബിലിറ്റി എന്താ? P of E1 given ഉത്തരം ശരിയായാൽ A equal to P of E1 into P of A given E1 divided by P of E1 into P of A given E1 plus P of E2 into P of A given E2. നേരത്തെ അതേ ഫോർമുല തന്നെ. P of E1 3/4, P of A given E1 1 divided by 3/4 into 1 plus P of E2 1/4, P of A given E2 അത് 1/4. സിംപ്ലിഫൈ ചെയ്തേക്കുക. ഇങ്ങനെ വേറെ ക്വസ്റ്റ്യൻ ഉണ്ട് ടെസ്റ്റിൽ. Of the student in a college, it is known that 60% students reside in hostel and 40% are day scholars. ഒരു കോളേജിൽ 60% കുട്ടികൾ താമസിക്കുന്നത് ഹോസ്റ്റലാണ്, 40% കുട്ടികൾ ഡേ സ്കോളേഴ്സ്. അപ്പോൾ അവിടെ രണ്ട് കേസാണ്. E1 and E2 are the events who reside in hostel or day scholars. അപ്പോൾ P of E1 60%, 60/100, 6/10, 3/5. P of E2 40%, 40/100, that is 4/10, that is 2/5. എന്നിട്ട് ക്വസ്റ്റ്യൻ പറയുന്നത് പിന്നെ the probability of the previous year result reported that 30% of all students who result in hostel attains A grade and 20% of day scholars attain A grade. അതായത് പ്രീവിയസ് ഇയർ റിസൾട്ടിൻ്റെ റെക്കോർഡ് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഹോസ്റ്റലിലുള്ള കുട്ടികളിൽ 30% കുട്ടികൾ ആനുവൽ എക്സാമിന് 30% ഓഫ് സ്റ്റുഡൻസ് ഗോട്ട് എ ഗ്രേഡ്. എന്നാൽ വീട്ടിൽ പോകുന്ന കുട്ടികൾ 20%. അങ്ങനെയുള്ളൊരു കേസിൽ അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ വൺ ഓഫ് ദ സ്റ്റുഡൻറ്റ് ഈസ് സെലക്ടഡ് ആൻഡ് അറ്റ് റാൻഡം ആൻഡ് ഈസ് എൻ എ ഗ്രേഡ് സ്റ്റുഡൻറ്റ്. By the probability that he is a hostelier. നേരത്തെ പോലെ തന്നെ E1 E2 ഞാൻ പറഞ്ഞിട്ടുണ്ട്. Let A be the event, students got A grade. അപ്പോൾ P of A given E1 ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്, അത് 30% ആണ്, 30/100, 3/10. ഇനി P of A given E2 അത് 20% ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, 2/100, that is 20/100, that is 2/10, that is 1/5. ഫോമിൽ ഇത് തന്നെ നേരത്തെ ഹോസ്റ്റലർ ആണോ എന്ന് ചോദിച്ചാൽ P of E1 given A. ഇനിയിപ്പോൾ ഡേ സ്കോളർ ആണോ എന്ന് ചോദിച്ചാൽ P of E1 E2 given A. ഒരു വ്യത്യാസമേ ഉള്ളൂ. ഞാൻ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തൊക്കെ രണ്ട് കേസാണ്, രണ്ട് E1 E2.
മൂന്ന് കേസുള്ള പ്രോബ്ലം ഉണ്ടാവും. ഞാനൊരു എക്സാമ്പിൾ പറയാം, നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നെ ഉണ്ട്. There are three type of coins. One coin is two-headed coin and another coin is biased coin which turns up head 75% more, and the third one is unbiased coin. ഈ ബയാസ്ഡ് കോയിൻ മീൻസ് പാർഷ്വാലിറ്റി കാണിക്കുന്ന കോയിൻ. ഏതെങ്കിലും ഒരു സൈഡ് കൂടുതൽ വരിക. ക്വസ്റ്റ്യൻ പറയുന്നത് 75% ഹെഡ് കൂടുതൽ വരും. പിന്നെ ഒരു കോയിൻ ടു ഹെഡഡ് കോയിനാണ്, രണ്ട് സൈഡും കോയിൻ. അപ്പോൾ രണ്ട് സൈഡും ഹെഡുള്ള കോയിനുണ്ട്. പിന്നെ ഒരു കോയിനുണ്ട് 75% ഹെഡ് കാണിക്കും എങ്ങനെ എറിഞ്ഞാലും. പിന്നെ മൂന്നാമതൊരു കോയിനുണ്ട് ഹെഡിനും ടൈലിനും ഈക്വൽ ചാൻസ്. വെൻ എ കോയിൻ സെലക്റ്റഡ്, അപ്പോൾ ഇവിടെ ഒരു കോയിൻ സെലക്ട് ചെയ്യുക എന്ന് പറയുന്നത് ഈക്വൽ ചാൻസ് ആണ്. That E1, E2, E3 are the events two-headed coin, biased coin and unbiased coin. അപ്പോൾ P of E1 എന്താ? P of E1 1/3, P of E2 1/3, P of E3 1/3. കാരണം ഒരു കോയിൻ സെലക്ട് ചെയ്യുക എന്ന് പറയുന്നത് അതിന് പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇനി let A be the event coin shows head. Let A be the event. Question ഇതാണ്, when take a coin and if it throw, it show that it is a head. Then what is find the probability that it was from two-headed coin. ആ മൂന്ന് കോയിനിൽ ഒരു കോയിൻ എടുക്കുന്നു, അത് ത്രോ ചെയ്യുന്നു, എന്നിട്ട് അത് എന്ത് കാണിക്കുന്നു? ഹെഡ് കാണിക്കുന്നു. എങ്കിൽ ആ കാണിച്ച ഹെഡ് two-headed കോയിൻ ആവാനുള്ള പ്രോബിലിറ്റി എന്താ? Find the probability that it was from two-headed coin. Find the probability that it was from unbiased coin. Find the probability that it was from biased coin. ഇതൊക്കെ ചോദിക്കട്ടോ. But E1, E2, E3 are the events of a two-headed coin, unbiased coin and biased coin. So P of E1 equal to 1/3, P of E2 equal to 1/3, P of E3 equal to 1/3. Let A be the event. Coin shows head. So P of A given. P of A given E1. അത് 1 ആയിരുന്നു. കാരണം two-headed coin എന്ന് പറയുമ്പോൾ എങ്ങനെ അറിഞ്ഞാലും ഹെഡേ പോകും. ഫുൾ പ്രോബബിലിറ്റി 1. P of A given E1. ഇനി P of A ഹെഡിന്റെ പ്രോബബിലിറ്റി given E2 biased coin പറഞ്ഞത് 75% which is equal to 3/4. 75 divided by 100 3/4. 4ൽ 3 ചാൻസ്. ഇനി P of A given E3 ഇത് സാധാ കോയിനാണ്, unbiased coin, that is equal to 1/2. എന്നിട്ട് നമ്മളെ ചോദ്യം എന്താ? P of E1 two-headed കോയിൻ ആവാനുള്ള പ്രോബബിലിറ്റി എന്താണ്? ഗിവൺ എ കോയിൻ കാണിച്ചത് ഹെഡ് ആണെങ്കിൽ എന്തായിരിക്കും ഫോർമുല? P of E1 into P of A given E1 divided by P of E1 into P of A given E1 plus P of E2 into P of A given E2 plus P of E3 into P of A given E3. ഇതാ ഫോർമുല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണ്ടേ? Find the probability that it was from two-headed coin പകരം find the probability that it was from biased coin. ഇതെടുത്തൂടെ കണ്ടാക്കുന്നേ ഉള്ളൂ, ഡിനോമിനേറ്റർ മാറ്റമൊന്നുമില്ല. ഈ ന്യൂമറേറ്ററിന്റെ പോലെ ഇത് വരും. Find the probability that it was from unbiased coin. ഇതിവിടെ ഡിനോമിനേറ്റർ തന്നെ. വാല്യൂ ഒക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. A given E1 ഉണ്ട്, A given E2 ഉണ്ട്, A given E3 ഉണ്ട്. പിന്നെ P of E1 equal to P of E2 equal to P of E3 equal to 1/3. അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ബേസ് തിയറം വളരെ സിമ്പിളാണ്. അങ്ങനെ 3 കേസുള്ള എക്സാമ്പിൾ പ്രോബ്ലം വേറെ ടെക്സ്റ്റ് ഇതുപോലെ തന്നെ ചെയ്ത് നോക്കിയാൽ മതി. ഇൻഷുറൻസ് കമ്പനി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പ്രോബ്ലം ഒക്കെ ഉണ്ട്. അതൊക്കെ ഇതിന് സമാനമായിട്ടുള്ള പ്രോബ്ലം. കുറച്ച് ആലോചിക്കേണ്ട ഒരു പ്രോബ്ലം ഉണ്ട് ഇതിൽ. 1-2 പ്രോബ്ലം. ഒന്ന്, സപ്പോസ് എ ഗേൾ ത്രോസ് എ ഡൈ. If she gets 5 or 6, she tosses a coin 3 times. Suppose a girl throws a die and if she gets 5 or 6, ഒരു ഡൈ ത്രോ ചെയ്താൽ 1 2 3 4 5 6. അതിൽ പറയുന്നതാണ് 5 or 6 വന്നാൽ ഒരു കോയിൻ 3 പ്രാവശ്യം എറിയുക. ഒരു കോയിൻ 3 പ്രാവശ്യം എറിഞ്ഞ ഔട്ട്കംസ് എന്താണ്? H H H H H T H T H T H H H T T T H T T T H T T T ഇത് ഔട്ട്കംസ്. ഒരു കോയിൻ 3 പ്രാവശ്യം എറിഞ്ഞാൽ. ആൻഡ് പിന്നെ ക്വസ്റ്റ്യൻ പറയുന്നതാണോ, if she gets 1 2 3 or 4 1 2 3 4 then she tosses a coin 1 times
അന്നേരം ഇത്തിരി ഉണ്ടാവും HT. അതായത് ഒരു കുട്ടി ഒരു ഡൈ ത്രോ ചെയ്താൽ 5 or 6 വന്നാൽ ഒരു കോയിൻ 3 പ്രാവശ്യം എറിയും. ഔട്ട്കംസ് ഇങ്ങനെയൊക്കെ വരാം. 1 2 3 4 വന്നാൽ ഒരു കോയിൻ ഒരു പ്രാവശ്യം എറിയും. ഔട്ട്കംസ് ഇങ്ങനെ വരാം. എന്നിട്ട് എന്താ ക്വസ്റ്റ്യൻ എന്നോ, ഇഫ് ഷി ഒബ്റ്റെയിൻഡ് എക്സാക്ട്ലി 1 head, what is the probability that she throw 1, 2, 3 or 4 with the die? What is the probability that she throw 1, 2, 3 or 4 with the die? എന്താ ക്വസ്റ്റ്യൻ പറയുന്നോ, ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ട് ഇപ്പോൾ 5 6 വന്നാൽ ഒരു കോയിൻ 3 പ്രാവശ്യം എറിഞ്ഞി, 1 2 3 4 വന്നാൽ ഒരു കോയിൻ 1 പ്രാവശ്യം എറിഞ്ഞി. ഇതിൽ രണ്ടിലൊന്ന് സംഭവിച്ചപ്പോൾ ആ കുട്ടീൻ്റെ മുന്നിൽ ഒരു ഹെഡ് മാത്രമേ ഉള്ളൂ എന്ന കേസേ ഉള്ളൂവെങ്കിൽ ആ കേസ് വന്നാൽ ആ കേസ് ഡൈ 1 2 3 4 കാണിച്ചാലുള്ള പ്രോബബിലിറ്റി എന്താണ്? ഇവിടെ 2 കേസാവുന്നത്. ലെറ്റ് E1 and E2 are the events die shows 5,6 and 1, 2, 3 or 4. ഒരു കേസ് ഇതാണ്, ഒരു കേസ് ഇതാണ് ഡൈ. അപ്പൊ എന്താ P of E1? P of E1 2/6, 6 2 ചാൻസ് ഈക്വൽ ടു 1/3. എന്താ P of E2? 4/6, ഡൈ മൊത്തം 6 ഔട്ട്കംസ് അല്ലേ ഉള്ളത്, അതിന് 4 ചാൻസ് ഈക്വൽ ടു 2/3. ഇനി ലെറ്റ് A be the event. Let A be the event. Coin shows exactly 1 head. Coin shows exactly 1 head. അങ്ങനെയാവുമ്പോൾ P of A given E1 equal to P of A exactly 1 head കാണിക്കുന്നതിന്റെ പ്രോബബിലിറ്റി given E1 എന്താ, ഇവൻ തന്നെ 5 6 വന്നാൽ ഇതാ സംഭവം. അതിന്റെ എത്ര പ്രോബബിലിറ്റി പറയുന്നത്? 3/8. കാരണം ഇതിൽ 8 ഔട്ട്കംസ് ആണ്. ഈ 8 ഔട്ട്കംസ് പരിശോധിച്ചാൽ ഒരു ഹെഡ് മാത്രമുള്ള 3 എണ്ണമുണ്ട് മൊത്തം 8 എണ്ണത്തിൽ. ഇതാ HTT, THT, TTH. അപ്പൊ 3/8. ഇതേ എയുടെ പ്രോബബിലിറ്റി P of A given E2 അത് 1/2. കാരണം ടോട്ടൽ ഔട്ട്കംസ് 2, അതിൽ ഒരു ഹെഡ് മാത്രം ഒറ്റ ഒന്നേ ഉള്ളൂ. ചോദിച്ചത് എന്താ, അങ്ങനെ ഒരെട്ട് മാത്രം എക്സാക്ട്ലി 1 ഹെഡ് മാത്രം വന്നാൽ അത് P of E2 എന്നാവാനുള്ള E2ന്റെ കേസിലാവാനുള്ള പ്രോബബിലിറ്റി എന്താ? 1, 2, 3, 4. P of E2 given A എന്തായിരിക്കും ബേസ് തിയറം ഫോർമുല? P of E2 into P of A given E2 divided by P of E1 into P of A given E1 plus P of E2 into P of A given E2. ഇവിടെ നിങ്ങൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, എല്ലാ കാര്യവും ഇവിടെ ഉണ്ട്. ആ ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക. ഇതേപോലെ ചിന്തിക്കാനും ചോദിക്കാനും വളരെ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ് എന്താ ഈ നിങ്ങളുടെ പ്രോബബിലിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിൽ അവസാനം ചോദിച്ചൊരു ക്വസ്റ്റ്യൻ. ആ ബേസ് തിയറത്തിൽ അവസാനം ചോദിച്ചൊരു ക്വസ്റ്റ്യൻ. എന്താ ക്വസ്റ്റ്യൻ? എ കാർഡ് ഫ്രം എ പാക്ക് ഓഫ് 52 കാർഡ് ഈസ് ലോസ്റ്റ്. 52 കാർഡിൽ ഒരു കാർഡ് നഷ്ടപ്പെട്ടു പോയി. ഫ്രം ദി റിമൈനിങ് കാർഡ് ഓഫ് ദി പാക്ക് 2 cards are drawn and it was found that both are diamond. Find the probability that lost card being also diamond. എന്താ ക്വസ്റ്റ്യൻ? അതായത് ഒരു പേക്ക് കാർഡിൽ 52 കാർഡുണ്ട്. നിങ്ങൾ ആദ്യം എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന കുട്ടികളിൽ കുറെ മഹാഭൂരിപക്ഷം കുട്ടികൾക്കും ആ 52 കാർഡിനെ പറ്റിയിട്ട് ഒരു ധാരണ ഉണ്ടാവും. എന്നാലും ഉണ്ടാവും കുറച്ച് കുട്ടികൾ. അതായത് 4 തരം കാർഡുകളുണ്ട്. സ്പേഡ്, അതേപോലെ ക്ലബ്ബ്, ഡയമണ്ട്, പിന്നെ ഹെർട്ട്. ഇതൊക്കെ 13. ഈ 2 കാർഡും ബ്ലാക്ക് കാർഡുകളാണ്. ഈ 2 കാർഡും റെഡ് കാർഡുകളാണ്. ഈ ഓരോ ടൈപ്പ് കാർഡിലും 4 ഇംഗ്ലീഷ് ലെറ്റർ, 9
നമ്പറുള്ളൂ. 4 ഇംഗ്ലീഷ് ലെറ്ററിൽ AKQJ. പിന്നെ ഇത് 2 3 4 5 6 7 8 9 10. AKQJ. A ഏസ് ആണ്, K കിങ് ആണ്, Q ക്യൂനാണ്, J ജാക്ക് ആണ്. അപ്പൊ ഓരോന്നിനും 4 ഏസ് ഉണ്ട്. ഓരോന്നിനും ഓരോ ഏസ് ഉണ്ട് എന്ന് പറയുമ്പോൾ മൊത്തം 4 ഏസ്, മൊത്തം 4 കിങ്, മൊത്തം 4 ക്വീന്, മൊത്തം 4 ജാക്ക്, 2 ബ്ലാക്ക് ഏസ്, 2 റെഡ് ഏസ്, 1 സ്പേഡ് ഏസ്, 1 ക്ലബ് ഏസ്, 1 ഡയമണ്ട് ഏസ്, 1 ഹാർട്ട് ഏസ്, 13 ഡയമണ്ട് ഉണ്ട്, 13 സ്പേഡ് ഉണ്ട്, 13 ക്ലബ് ഉണ്ട്, 13 ഹാർട്ട് ഉണ്ട്, 52 കാർഡുള്ള പേക്ക. എണ്ണി നോക്കുമ്പോൾ 1 നഷ്ടപ്പെട്ടു പോയി. എന്താ പോട്ടെ, 52 കാർഡുള്ള ഒരു പേക്ക് കാർഡിന് ഓരോ കാർഡ് എടുക്കുക എന്ന് പറയുമ്പോൾ N(S)52 52 കാർഡുള്ള ഒരു പേക്ക് കാർഡിന് ഈ 2 കാർഡ് എടുക്കുക എന്ന് പറഞ്ഞാൽ 52C12. ഇത് 52C1 ആണ്. 52. അതായത് 52 കാർഡിന് ഈ 2 കാർഡ് എടുത്താൽ 26 എന്നുള്ള അർത്ഥത്തിലല്ല ചോദ്യം കേട്ടോ. 52 കാർഡിന് ഈ 2 കാർഡ് എടുക്കുമ്പോൾ എത്ര കോമ്പിനേഷൻ ഉണ്ടാവും? 52C2. ദാറ്റ് ഈസ് N(S). 52 കാർഡിന് 3 വീതം കാർഡ് എടുക്കുമ്പോൾ N(S) 52C3. ഇവിടെ ഒരു കാർഡ് നഷ്ടപ്പെട്ടു വരുന്നുണ്ട്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ ഇവിടെ? 51 കാർഡിന് ഒരു കാർഡ് നഷ്ടപ്പെട്ടു പോയി, ബാക്കി 51 കാർഡ്. 51 കാർഡിന് 2 കാർഡ് സെലക്ട് ചെയ്തു. ദാറ്റ് ഈസ് സെലക്ടഡ്, ബോത്ത് selected cards are diamond. ഇതാണ് ക്വസ്റ്റ്യൻ. From the remaining cards of the pack, 2 cards are drawn and it was found both are diamond. Find the probability that lost card is also diamond. ഒരു പേക്ക് കാർഡ് നമ്മളെ കയ്യിൽ കിട്ടുന്നു, ഒരു കാർഡ് നഷ്ടപ്പെട്ടേക്ക് 51 കാർഡേ ഉള്ളൂ. ആ 51 കാർഡുള്ള പേക്കിന്ന് 2 കാർഡ് നമ്മൾ എടുക്കുന്നു. 2 കാർഡ് എടുത്താൽ 2ഉം ഡയമണ്ട് ആണ്. 2ഉം ഡയമണ്ട് ആണെങ്കിൽ നഷ്ടപ്പെട്ടതും ഡയമണ്ട് ആവാനുള്ള പ്രോബബിലിറ്റി എന്താണ്? അവിടെ 2 കേസ് എന്താ ആലോചിച്ചോക്ക്. 2ഉം ഡയമണ്ട് ആണെങ്കിൽ നഷ്ടപ്പെട്ടതും ഡയമണ്ട്, 2ഉം ഡയമണ്ട് ആണെങ്കിൽ നഷ്ടപ്പെടാത്തതും ഡയമണ്ട്. അപ്പൊ നഷ്ടപ്പെട്ടത് ഡയമണ്ട്, നഷ്ടപ്പെടാത്തത് ഡയമണ്ട്. അപ്പൊ E1 E2 അതായിരിക്കും. അതായത് E1 and E2 are the events. E1 and E2 are the events. Losing card is diamond or not a diamond. അങ്ങനെയാണെങ്കിൽ P of E1 എന്താണ്? 13/52 equal to 1/4. കാരണം ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട് 52 കാർഡിന് ഡയമണ്ട് എത്രയുള്ള 13. 52 കാർഡുള്ള ഒരു പേക്ക് കാർഡുമായിട്ട് നമ്മളിങ്ങനെ നടക്കുമ്പോൾ ഒരു കാർഡ് വീണുപോയി. ആ വീണുപോയ കാർഡ് ഡയമണ്ട് ആവാനുള്ള പ്രോബിലിറ്റി എന്താ? 52ന് 13 ചാൻസ്, ദാറ്റ് ഈസ് 1/4. അങ്ങനെ പ്രോബിലിറ്റി ഓഫ് E2 എന്താ? ഡയമണ്ട് അല്ലാത്ത കാർഡ് നഷ്ടപ്പെടാൻ 30/91/52. ഡയമണ്ട് അല്ലാത്ത 39 കാർഡാണ്. 1 2 3 3 into 30, 13/52, that is 3/4. Let A be the event. Let A be the event. Drawing 2 cards. Drawing 2 cards are diamonds. 2 കാർഡ് നമ്മൾ ആ പാക്കിൽ നിന്ന് എടുക്കുന്നുണ്ടല്ലോ, അത് 2ഉം ഡയമണ്ട് ആണ്. അതിനെ സൂചിപ്പിക്കുന്ന ഈവന്റ് ആണ് എ. അങ്ങനെയാണെങ്കിൽ P of A given even, P of A 2ഉം ഡയമണ്ട് ആവാനുള്ള പ്രോബബിലിറ്റി given even എന്താ? ഡയമണ്ട് നഷ്ടപ്പെട്ടു പോയ എന്തായാലും ഒരു കാർഡ് നഷ്ടപ്പെട്ടു പോയ 51 കാർഡ് ഉണ്ടാകും. ഇപ്പൊ ഡയമണ്ട് ആണ് നഷ്ടപ്പെട്ടതെങ്കിൽ ഇത് 12C2 divided by 51C2. എന്താ 12 ആയി പോയത്? ഡയമണ്ടിന്റെ കോമ്പിനേഷൻ ആയിട്ട് ഫേവറബിൾ ഈവന്റിന്റെ എണ്ണം 13 ഡയമണ്ട് ആവുള്ളത്. അതിൽ ഒരു ഡയമണ്ട് നഷ്ടപ്പെട്ടു പോയി 12. ആ 12 ഡയമണ്ടിൽ നിന്ന് 2 ഡയമണ്ട് വരണം. 12C2 divided by 51C2. എന്നാൽ P of A
രണ്ടും ഡയമണ്ട് ആവാനുള്ള പ്രോബബിലിറ്റി ഗിവൺ E2 നഷ്ടപ്പെട്ടത് ഡയമണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയാണ് 13C2 ഡിവൈഡ് ബൈ 15C1C2 എന്താണെന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ടോ ഡയമണ്ട് അല്ലെങ്കിൽ അതുകൊണ്ട് 51C2 തന്നെയാണ്. ഇതെന്താണെന്ന് കണ്ടുപിടിക്കാം. എന്നിട്ട് ക്വസ്റ്റ്യൻ എങ്ങനെ അവസാനിപ്പിക്കുന്നത്? രണ്ട് കിട്ടിയ കാർഡ് രണ്ട് ഡയമണ്ട് ആണെങ്കിൽ നഷ്ടപ്പെട്ടതും ഡയമണ്ട്. നഷ്ടപ്പെട്ട ഡയമണ്ട് ആണ് സൂചിപ്പിക്കുന്നത് E1 ആണ്. അപ്പൊ എന്താ ക്വസ്റ്റ്യൻ? P of E1 given equal to P of E1 into P of A given E1 divided by P of E1 into P of A given E1 plus P of E2 into P of A given E2. ഇവിടെ നമുക്ക് പ്രാവശ്യമുള്ളൊക്കെ വന്നിട്ടുണ്ട്. P of E1, P of E2, P of A given E1, P of A given E2. ഇത് എത്രയാണെന്ന് കണ്ടിട്ട് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. എത്രയുള്ളൂ ബേസ് തിയറം. ഇപ്പൊ ബേസ് തിയറം എന്നല്ല ഞാനൊരു പാർട്ടായിട്ട് അവതരിപ്പിച്ചത്. ബേസ് തിയറത്തിൽ നിന്ന് പ്രോബ്ലം ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി നമുക്ക് ഇതിന്റെ പാർട്ട് തേർഡില് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് രണ്ട് സംഗതിയുണ്ട്. ഒന്ന് റാൻഡം വേരിയബിൾ, പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ, അതിൽ മീനും വേരിയൻസും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും ഒക്കെ വരുന്നുണ്ട്. അത് എളുപ്പമാണ്, പക്ഷെ കാര്യം എന്താണെന്ന് മനസ്സിലാക്കണം. അത് കഴിഞ്ഞിട്ട് ബെർണോളിസ് ട്രയൽ. അപ്പം അതും കൂടി നിങ്ങളെ കയ്യിലെത്തണമെങ്കിൽ ദയവീതി എൻ്റെ ഈ വീഡിയോ പാർട്ട് 2 കേൾക്കുന്ന കുട്ടികൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ അടുത്ത പാർട്ട് ഞാൻ വിടുമ്പോൾ ഞാൻ എവിടെ അറിയിക്കാതെ തന്നെ നിങ്ങൾ യൂട്യൂബിലേക്ക് അത് വരും. അതിനൊരു സൗകര്യമുണ്ട്. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ നിർബന്ധമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ്.